കാലത്തെ കിളിക്കുടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയുടെ തീരുമാനം കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുക. ഇപ്പോഴത്തേക്കും എന്തായാലും നിധി ഇങ്ങനെ പറയുമെന്ന് ആരും വിചാരിച്ചില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്മായി വന്ന് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് നിധി പെട്ടെന്ന് താലി വാങ്ങുകയും അതുപോലെ തന്നെ ഇതുപോലെ താലിയിട്ട് ഓരോന്ന് പറയുകയും കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും കണ്ണ് നിറഞ്ഞു പോയി. സന്തോഷം കൊണ്ട് ഭാസ്കരൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു, എന്തായാലും ഇവരിനി ഒരുമിച്ച് ജീവിച്ച് കണ്ടാൽ മതിയായിരുന്നു എന്ന്. അത്രയ്ക്ക് നല്ല ഒരു വാക്കുകളായിരുന്നു അവളെ വായിൽ നിന്ന് വീണത്. ഇത് കേട്ടത് പ്രണയം തുളുമ്പുന്ന വാക്കുകളോടെ സുധീഷ് പറയുന്നുണ്ട്, കണ്ടോ നിങ്ങൾ എൻ്റെ നിധി പറഞ്ഞത് കേട്ടോ എന്നൊക്കെ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടത് സുഭാഷും ഹരീഷും പറയുന്നുണ്ട്, എന്നും ഇതുപോലെ ആയിരുന്നാൽ മതിയായിരുന്നു, അല്ലാതെ ചില സമയത്ത് മാത്രം നാടകം കളിക്കുമ്പോഴുള്ള ഇങ്ങനെയുള്ള ഓരോ മണ്ടത്തര വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുന്നുണ്ട്, എന്നാലും നല്ലതെങ്കിൽ എന്നത് അംഗീകരിക്കാൻ തോന്നണം, അല്ലാതെ ഇങ്ങനത്തെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷ് പറയുക, അത് നമുക്കെല്ലാവർക്കും വേണ്ടി ആ ഒരു സാഹചര്യത്തിൽ നല്ലത് പറഞ്ഞതാ, അത് വേറെ രീതിയിൽ ഇനി എടുത്തൊന്നും പറയണ്ട. എന്തായാലും കല്യാണം കഴിച്ച് വന്നത് നാളാരെ അറിഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ താലി ഇല്ലായിരുന്ന അവരുടെ സ്വഭാവം അറിയാമല്ലോ, ചോദിച്ചു പോവും, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയുക, എന്നിട്ട് നിങ്ങൾ പറയണില്ല എൻ്റെ ഭാര്യയാണെന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുഭാഷ് പറയുക, ഞങ്ങൾക്കറിയാം, പക്ഷേ അവളുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. നീ ഇങ്ങനെ ഓരോന്ന് സ്വപ്നം കണ്ട് കൂട്ടണ്ട കേട്ടോ സുധീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം അവളെ മനസ്സിലാക്കി അവളെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്ക്, അല്ലാതെ അവളുടെ ബാക്കിൽ നടന്ന് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അവൾക്ക് കേൾക്കുമ്പോഴാണ് അവൾക്ക് ദേഷ്യം തോന്നി. ഓരോന്ന് ചെയ്യുന്നത് താലി തന്നെ വാങ്ങിച്ചു വെച്ചത് ആ ഒരു കാരണം കൊണ്ടാണ്. നീ മനസ്സിലാക്കേണ്ടേ സുധീഷേ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭാസ്കരൻ പറയുക, എനിക്കും അത് തന്നെ പറയാനുള്ളത്. നിൻ്റെ സ്വഭാവം അനുസരിച്ച് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ ചെയ്തതാ. ഇനിയെങ്കിലും നിർത്തിക്കോണം നിൻ്റെ ഈ സംസാരം അവളെ മുന്നിൽ വെച്ചുള്ളത്. ആദ്യം സമാധാനത്തോടെ സ്നേഹത്തോടെ സംസാരിക്കാൻ നോക്ക്, അല്ലാതെ അവളെ മുമ്പ് വെച്ച് കളിയാക്കലും അതുപോലെ തന്നെ ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയാൽ അവളാണെങ്കിൽ ഇട്ടിട്ട് പോവേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ടും സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. ഒരിക്കൽ കേട്ടത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്, അല്ലാതെ ഞാനൊന്നും ചെയ്തതൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹരീഷ് പറയുക, സ്നേഹമെന്ന് വെച്ചാൽ രണ്ടുപേർക്കും തോന്നേണ്ടതാണ്, അത് നിങ്ങൾക്ക് മാത്രം തോന്നിയാൽ പോരാ. ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ച് ആ ഒരു ദിവസം എന്ന് വെച്ചാൽ അത് അറിയാതെയാണ് സംഭവിച്ചത്, അത് അറിഞ്ഞുകൊണ്ടല്ലല്ലോ. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായി തീർന്നില്ലേ ഇപ്പോൾ നിധിയെ ഈ കുടുംബത്തെ രക്ഷിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും മുമ്പിൽ. എന്തായാലും അത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അതില്ലയെന്ന് പറയുന്നില്ല, എന്ന് ഇതുപോലെ നിന്നാൽ മതിയെന്ന ഞങ്ങളെ പ്രാർത്ഥന എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുക, നമുക്കൊരു കാര്യം ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്തില്ലേ നമ്മൾ അവളുടെ മുമ്പ് വെച്ച്, എന്തായാലും നമുക്കൊരു ട്രിപ്പ് അതൊക്കെ എല്ലായിടത്തും പോയിട്ട് അതുപോലെ തന്നെ ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊളിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഒരു എൻജോയ്മെൻറ്റും ഒക്കെ ആവും, സ്നേഹമൊക്കെ തോന്നി തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോവാമെന്ന് വെച്ച് അങ്ങനെ റെഡിയാവും അവർ. അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞ് അവിടെ എല്ലായിടവും പോയി കണ്ട് നന്നായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ ഒരുമിച്ച് കടലിലിറങ്ങി കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് സുധീഷാണെങ്കിൽ നിധിയാണെങ്കിൽ വീഴാൻ പോയപ്പോഴത്തേക്കും സുധീഷ് ഇങ്ങനെ വെള്ളത്തിലിറങ്ങിയപ്പോഴത്തേക്ക് പിടിക്കാൻ പോകുന്നതും ആ ഒരു നിമിഷം ഇത് നോക്കിയിട്ട് സുഭാഷിനടുത്ത് പറയുക, കണ്ടോ ഞാൻ കൈ പിടിച്ചിട്ടും അവളൊന്നും മിണ്ടിയില്ല, ഇപ്പം മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരിങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഹരീഷ് പറയുന്നുണ്ട്, ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് വെക്കാതിരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇന്നിവിടെ ഒരു അടി തീർന്നിട്ടേ തിരിച്ചു പോകുള്ളൂ എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുഭാഷ് പറയുക, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, ഇവരുടെ ഇവിടുത്തെ ഈ പ്രകടനം കണ്ടിട്ട് ഇവിടെ തന്നെ അടിച്ച് പിരിഞ്ഞ് വീണ്ടും രണ്ട് വഴിക്ക് പോകുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഏതൊരു പോകുന്നു നോക്കാം നമുക്ക് എന്നൊക്കെ പറയുക.
അങ്ങനെയാണെങ്കിൽ സുധീഷും നിധിയും കൂടെ കൈ പിടിച്ച് ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുക, ഓടിക്കളിക്കുക. ഇടയ്ക്ക് വീഴാൻ പോകുമ്പോഴത്തേക്ക് നിധിയെ താങ്ങുന്നതെല്ലാം ഈ സുധീഷാണ്. ഇത് കണ്ടു നിന്ന് ബാക്കിയുള്ളവർ സന്തോഷത്തോടുണ്ട് സങ്കടമുണ്ട്. ഇത് എന്തിനാണാവോ, നല്ലതിനാണോ എന്നൊക്കെ വിചാരിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാസ്കരനാണ് അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും മുന്നിൽ എല്ലാവരെക്കാളും ഫസ്റ്റ് എല്ലാവരും എൻജോയ് ചെയ്യാതെ ഇറങ്ങിയത് ഭാസ്കരനാണ്. എന്തായാലും ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് ഭാസ്കരന്. ആ വീട്ടിൽ ആരുടെ മിണ്ടാതെ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു പ്രകൃതമായിരുന്ന ഭാസ്കരൻ എന്നായാലും ഇത്രത്തോളം മാറിയതിന് കാരണം നിധി തന്നെയാണ്. അത് ആർക്ക് പറഞ്ഞാലും മനസ്സിലാവാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ് അവിടെ നിന്ന്. എന്തായാലും ഇതുപോലെ ആയിരുന്നാൽ മതിയായിരുന്നു, ഇനി വീട്ടിൽ നിന്ന് പോവാതിരുന്നാലും മതിയായിരുന്നു എന്ന് പറയുന്ന അവരുടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പോയിരുന്നെങ്കിൽ നമുക്ക് എന്ത് വിഷമവും ഒന്നും കാണില്ലായിരുന്നു അല്ലേ എന്ന് നികേഷ് പറയുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്. ഇത് കേട്ട് ഹരീഷും പറയാം അത് ശരി തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹരീഷ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ചാന്ദിനെ കൂടെ വിളിക്കുമായിരുന്നു എങ്കിൽ നല്ല രസമായിരിക്കും, ഇതുപോലത്തെ സീന് നമുക്ക് ഇവിടെയും കാണാമായിരുന്നു അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടില്ലേ സുധീഷേട്ടനൊക്കെ നിധി ചേച്ചിയായിട്ടൊക്കെ പോകുന്ന കണ്ടില്ലേ, അതുപോലെ നിങ്ങൾക്ക് രണ്ടും കൂടെ പോകാമായിരുന്നില്ല കടൽത്തീരത്തൂടെ നടന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക നീ എന്നെ ഇനി നടത്തണ്ട, നീ നിർത്തിക്കോ, അതൊക്കെ ഇനിയും കാലങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് തിരിച്ച് വന്ന് നിധി വരിക, എന്താ നിങ്ങളാരെന്താ വരാതെ മാറി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്.